ഹായ് ദേർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇവൻറ്റ് ക്യൂസിനെ കുറിച്ചിട്ടാണ്. സോ എന്താണ് ഇവൻറ്റ് ക്യൂ? ഇവൻറ്റ് ക്യൂവിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഇവൻറ്റ് ക്യൂ എന്ന് നോക്കാം. സോ ഇവൻറ്റ് ക്യൂയുടെ ഡെഫിനിഷൻ ഇവിടെ ആൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈച്ച് ഫേസ് ഓഫ് ഇവൻറ്റ് ലൂപ്പ് ഹാസ് ഇറ്റ്സ് ഓൺ അസോസിയേറ്റഡ് ഇവൻറ്റ് ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻറ്റ് ഫേസിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ഫേസസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻറ്റ്സിലുള്ള ഫേസസ്. ഓക്കെ, സോ ഓരോ ഫേസിനും അതിൻ്റേതായിട്ടുള്ള ഇവൻറ്റ് ക്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, വെൻ അസിൻക്രണസ് ഓപ്പറേഷൻ, ഇത് സിൻക്രണസിനല്ല, അസിൻക്രണസ് ഓപ്പറേഷൻ, എക്സാമ്പിൾ ഫയൽ റീഡ്, അത് നമ്മളിപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഫയൽ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അസിൻക്രണസ് ഓപ്പറേഷനാണ് HTTP റിക്വസ്റ്റ്, അങ്ങനെ കുറേ അസിൻക്രണസ് ഓപ്പറേഷൻസ് ഉണ്ട്. ഈ ഒരു അസിൻക്രണസ് ഓപ്പറേഷൻ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ തന്നെ ആൻഡ് ദെയർ കാൾ ബാക്സ് ആർ പ്ലേസ്ഡ് ഓൺ കൊറസ്പോണ്ടിങ് ഇവൻറ്റ് ക്യൂ. അതായത് വെൻ അസിൻക്രണസ് ഓപ്പറേഷൻ, എക്സാമ്പിൾ ഫയൽ റീഡ്, HTTP ആർ ഇനീഷ്യേറ്റഡ്, ദെയർ കാൾ ബാക്ക് ആർ പ്ലേസ്ഡ് ഓൺ കൊറസ്പോണ്ടിങ് ഇവൻറ്റ് ക്യൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കാൾ ബാക്കുകളെല്ലാം ഇവൻറ്റ് ക്യൂയിൽ കൊണ്ട് പ്ലേസ് ചെയ്യും. ഓക്കെ, അതായത് ഓരോ ഫേസിനും അതിൻ്റേതായിട്ടുള്ള ഇവൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഫേസിൻ്റെയും കാൾ ബാക്കുകളെല്ലാം എന്ത് ചെയ്യുന്നു, ആ ഒരു ഇവൻറ്റ് ക്യൂയിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഓരോ ഇവൻറ്റ് ആ ഒരു ക്യൂവിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ വൺസ് ദ ഓപ്പറേഷൻ കംപ്ലീറ്റ് ദ ഇവൻറ്റ് ലൂപ്പ് പ്രോസസ് ദീസ് ക്യൂസ് ഇൻ എ ലൂപ്പ്. അതായത് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പം ഇവൻറ്റ് ലൂപ്പ് എന്ത് ചെയ്യുന്നു, ഈ പ്രോസസ്സ് എല്ലാം പ്രോസസ്സ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇതിൻ്റെ അകത്ത് പെൻഡിങ് കിടക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു. അതാണ് ഇവൻറ്റ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ എന്ന് വെച്ചാൽ എന്താണ്, ജസ്റ്റ് ഓരോ ഓപ്പറേഷനും അല്ലെങ്കിൽ ഓരോ ഫേസിനും ഒരു ക്യൂ ഉണ്ടായിരിക്കും. സോ ആ ഒരു ക്യൂ ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പെൻഡിങ് ആയി കിടക്കുന്ന ടാസ്കുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്തൊരു കാര്യം ചെയ്യുവാണെങ്കിലും അതിന് കുറച്ച് ചില ക്യാച്ച് ഫയൽസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു തരുവാണെങ്കിൽ, നമ്മളിപ്പം ഇപ്പോൾ ഗൂഗിളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യുന്നുണ്ടായിരിക്കില്ലേ, ലോഗിൻ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുക്കീസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമ്മൾ ലോഗിൻ ഡാറ്റ നമ്മൾ ഗൂഗിളിൻ്റെ ലോഗിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തൊരു സിസ്റ്റത്തിൻ്റെ ആണെങ്കിലും ലോഗിൻ ചെയ്യുമ്പം ഈ കുക്കീസിൽ വന്ന ഡാറ്റ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോർ ആവും. ഇനി നമ്മൾ ഫയർ ബേസ് അല്ലെങ്കിൽ ആമസോൺ AWSൻ്റെ ഒക്കെ ഏതെങ്കിലും സെക്യൂർ ലോഗിനാണ് യൂസ് ചെയ്യുന്നതെങ്കിലും എന്തുണ്ടായിരിക്കും, ഇതുപോലെ കുക്കീസ് വന്ന് സ്റ്റോർ ആയിട്ടുണ്ടാവും. ഓക്കെ, സോ കുക്കീസ് മാത്രമല്ല, കുക്കീസ് നമ്മൾ വേണമെങ്കിൽ അഡീഷണലി സ്റ്റോർ ചെയ്യുന്ന കാര്യമാണ്. ബൈ ഡീഫോൾട്ട് ഇങ്ങനെ ചെയ്യുമ്പം എന്തായിരിക്കും, ലോക്കൽ സ്റ്റോറേജ്, അത് ഓരോ വെബ്സൈറ്റിനും ലോക്കൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കുക്കീസിനേക്കാളും കുറച്ചും കൂടെ ഹയർ ലെവലാണ് ലോക്കൽ സ്റ്റോറേജ്, കുറേയും കൂടെ സെക്യൂർ ആണ് ലോക്കൽ സ്റ്റോറേജ്. ഓക്കെ, സോ നമ്മൾ ലോഗിൻ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഈ ലോക്കൽ സ്റ്റോറേജിലേക്ക് കുറച്ച് യൂസർ ഐഡിയും അങ്ങനത്തെ കുറച്ച് ഡാറ്റാസ് വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോർ ആയിട്ടുണ്ടായിരിക്കും. പിന്നെ അഡീഷണൽ ഡാറ്റ, ഇപ്പം നിങ്ങൾ നോഡെസ്കിൻ്റെ തന്നെ പ്ലാറ്റ്ഫോമിൽ ലോഡ് ചെയ്യുമ്പം നിങ്ങളുടെ നെയിം അതുപോലെ തന്നെ യൂസർ ID, ഇത്തരം കാര്യങ്ങളൊക്കെ കുക്കീസിലാണ് സ്റ്റോർ ആകുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഡാറ്റാസ് എന്താണ് ചെയ്യുന്നത്, ഈ ഡാറ്റ നിങ്ങളുടെ സിസ്റ്റത്തിൽ സെപ്പറേറ്റ്, അതായത് നിങ്ങളുടെ നെയിം ഓപ്ഷനലി സേവ് ചെയ്യുന്ന കാര്യമാണ് ഇത്. അതായത് യൂസറിനെ ലോഗിൻ ചെയ്യുമ്പം യുണീക്ക് ആയിട്ടുള്ളൊരു യൂസർ ID മാത്രമേ ആ ഒരു സെർവറിന് യൂസറിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. യൂസറിൻ്റെ നെയിമോ ഇമെയിൽ അഡ്രസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഈ ഒരു യൂസർ ID കൂടെ നമുക്ക് എക്സ്ട്രാ കുറച്ച് ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്. യൂസറിൻ്റെ നെയിം, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ്, യൂസർ ID, ഇത്തരം കാര്യങ്ങളൊക്കെ കുക്കീസിലേക്ക് സേവ് ചെയ്യും. ഓക്കെ, സോ ഈ കുക്കീസിലേക്ക് സേവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മളൊരു ഇവൻറ്റ് ക്യൂവിലാണ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വൺസ് യൂസർ ലോഗിൻ ആയി കഴിഞ്ഞാൽ, സക്സസ്ഫുള്ളായിട്ട് ലോഗിൻ ആയി കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കണം, ഈ യൂസർ നെയിം ക്ലൗഡ് സെർവറിൽ നിന്ന് റീഡ് ചെയ്ത്, സെർവേഴ്സിൽ നിന്ന് റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കുക്കീസിൽ വന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. അതേപോലെ നെയിം റീഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റോറായി, അതിനുശേഷം അതിനോട് അസോസിയേറ്റ് ആയിട്ടിരിക്കുന്ന ഇമെയിൽ ID ലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കണം. പിന്നെ അതിനോട് അസോസിയേറ്റ് ആയിട്ടിരിക്കുന്ന യൂസർ ID ലോഡ് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ഇത് ഇൻ കേസ് ഇതിന് ബിറ്റ്വീൻ എന്തെങ്കിലും ഒരു എറർ നടക്കുവാണെങ്കിൽ മേ ബി യൂസർ ID സ്റ്റോർ ആവാതെ ഇരിക്കാം, അതായത് ഇവൻറ്റ് ക്യൂ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ നെറ്റ്വർക്ക് ഇഷ്യൂസ് എന്തെങ്കിലും പ്രോപ്പറായിട്ട് പോകാതിരിക്കുകയോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇവൻ്റായിട്ട് ഓരോ ക്യൂവിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അവസാനമാകുമ്പോൾ ഈ ഒരു കാര്യം മാത്രം നടന്നില്ലെങ്കിൽ ആ ഒരു സംഭവം മാത്രം സേവ് ആവത്തില്ല, ബാക്കി എല്ലാ കാര്യവും വന്ന് സേവ് ആവും. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവൻറ്റ് ക്യൂവിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും, ഈ ഒരു സംഭവം ലോഗിൻ ചെയ്തതിന് ശേഷം, നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം മാത്രമേ വേറെ പേജിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ്
പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താവും ഒരു ക്യൂവിലേക്ക് സ്റ്റോർ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ നോഡെസ്കിൻ്റെ തന്നെ ഇൻറ്റൻസ് പേജ് ലോഡ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്, ജസ്റ്റ് അവിടെ ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് കഴിയുമ്പോൾ ലോഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും, അല്ലെങ്കിൽ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും അല്ലേ. സോ ഇങ്ങനെ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും എന്ത് ചെയ്യും, സെർവറിലേക്ക് സെൻഡ് ചെയ്യും. ഈ സെൻഡ് ചെയ്തിട്ടുള്ള പാസ്വേഡ് എന്ത് ചെയ്യും, ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഇങ്ങനത്തെ ഒരു യൂസർ ആക്ച്വലി എക്സിസ്റ്റ് ആണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യും. ഇന്നത്തെ യൂസർ എക്സിസ്റ്റ് ആണെങ്കിൽ ആ യൂസറിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് യൂസർ ഐ ഡി നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ലോക്കൽ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ലോക്കൽ സ്റ്റോറേജ് നമുക്ക് അത്ര പെട്ടെന്ന് എടുത്ത് നോക്കാനും പറ്റുന്നില്ല. ചില ഹാക്കിംഗ് അറ്റാക്കുകളൊക്കെ, ഇപ്പോൾ XML അറ്റാക്ക്, അങ്ങനത്തെ ചില അറ്റാക്കുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ ലോക്കൽ സ്റ്റോറേജിൻ്റെ ചെറിയൊരു പാർട്ടൊക്കെ നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും. എങ്കിലും ലോക്കൽ സ്റ്റോറേജ് ഒരു പരിധി വരെ സെക്യൂർ ആണ്. ഓക്കെ, സോ ഇത് ഓട്ടോമാറ്റിക്കലി ആ സെർവർ ചെയ്യുന്ന കാര്യമാണ് യൂസർ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതും ആ യൂസർ ഐ ഡി നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നതും. എങ്കിൽ മാത്രമേ പിന്നീട് നിങ്ങൾ ഈ ഒരു സിസ്റ്റം, ഈ ഒരു സംഭവം ഓപ്പൺ ചെയ്യുമ്പോൾ, നിങ്ങൾ നോഡെസ്കിൻ്റെ അഡ്മിൻ പാനൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഒരു തവണ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോഗിനായിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾ ലോഗ് ഔട്ട് പർപ്പസ്ഫുള്ളി ക്ലിക്ക് ചെയ്യുന്നോടം വരെ അത് ലോഗിനായിട്ട് തന്നെ ഇരിക്കും. അതിൻ്റെ കാരണം എന്താണ്, നിങ്ങൾ ഒരു തവണ ലോഗിൻ ചെയ്യുമ്പം നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് ഡാറ്റ സെർവറിലേക്ക് പോയി അവിടെ ഒരു യുണീക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ആ യുണീക്ക് ഐ ഡി എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഈ യുണീക്ക് ഐ ഡി ക്രിയേറ്റ് ആവുന്ന നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ മാക് അഡ്രസ് കോഡും അതുപോലെ തന്നെ നിങ്ങളുടെ IP അഡ്രസ്സും ഇതെല്ലാം കമ്പൈൻ ആയിട്ടാണ്. അതുപോലെ തന്നെ യൂസർ നെയിം, പാസ്വേഡ് ഇതെല്ലാം കൂടെ കമ്പൈൻ ആയിട്ടാണ് ഈ ഒരു യുണീക്ക് യൂസർ ഐ ഡി ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, സോ ഈ ഒരു യൂസർ ഐ ഡി എന്ന് പറയുന്നത് ഭയങ്കര സെക്യൂർ ആയിരിക്കും. നിങ്ങൾ വേറെ ഏതൊരു സിസ്റ്റത്തിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് വർക്ക് ആവത്തില്ല. കാരണം നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ മാക് കോഡുകളും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഹാഷ് ചെയ്തിട്ടുള്ള ഒരു കോഡാണ് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് യൂസർ ഐ ഡി എന്ന് പറഞ്ഞ് വന്ന് സ്റ്റോർ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോർ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം, ഈ ഒരു ഐ ഡി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അത് വാലിഡ് ആയിരിക്കും. ഓരോ തവണയും ഈ ഒരു അഡ്മിൻ പാനൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ സിസ്റ്റം കോഡുമായിട്ട് അത് കണക്ട് ചെയ്ത് നോക്കും. കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ ലോഗ് ഔട്ട് ആയി പോകും. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി ആ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുമ്പം നിങ്ങൾ ലോഗിൻ എന്ന് പറഞ്ഞ ആ ഒരു പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ ടൈമിങ്ങിൽ അവിടെ നടക്കുന്നത്. ഓക്കെ, സോ അതിന് ശേഷം എന്താണ് നടക്കുന്നത്, ഈ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ സമയം ഈ യൂസർ ഐ ഡി വന്ന് സ്റ്റോറായി. യൂസർ ഐ ഡി വന്ന് സ്റ്റോർ ആയതിൻ്റെ ശേഷം യൂസർ ഐ ഡി സക്സസ്ഫുള്ളി സ്റ്റോർ ആയിട്ടുണ്ടെങ്കിൽ വേറെ ഡാറ്റ, അതായത് ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ നെയിം, അതുപോലെ തന്നെ നിങ്ങളുടെ യൂസർ ഐ ഡി. ഓക്കെ, യൂസർ ഐ ഡി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ സ്പെസിഫിക് ഐ ഡി കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഐ ഡി വന്ന് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ ആദ്യം വന്ന് സ്റ്റോർ ആവുന്ന എന്താണ്, അതൊരു ക്യൂവിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ആദ്യം നമ്മൾ ക്യൂവിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ക്യൂവിൽ ആദ്യം വന്ന് സ്റ്റോർ ആവുന്ന എന്താണ്, നെയിമാണ് വന്ന് സ്റ്റോർ ആവുന്നത്. നെയിം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പം വേറെ ആടെങ്കിലും നെയിമാണ് അവിടെ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം നെയിം വന്ന് സ്റ്റോർ ആവുന്നു. അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുത്ത ഡാറ്റ എന്താണ്, ആ ഒരു നെയിമിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി. ഓക്കെ, ആ ഒരു ഇമെയിൽ ഐ ഡി വരുന്നു നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക്, കുക്കീസിൽ വന്ന് സ്റ്റോർ ആവുന്നു. അപ്പം രണ്ടാമത്തെ ക്യൂവിലുള്ള പ്രോസസ്സും കഴിഞ്ഞു. ആദ്യത്തെ ക്യൂവിലുള്ള ടാസ്ക് എന്തായിരുന്നു, നിങ്ങളുടെ നെയിം ഒന്ന് സ്റ്റോർ ചെയ്യുന്നു. രണ്ടാമത്തെ ക്യൂവിലുള്ള ടാസ്ക് എന്താണ്, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വന്ന് സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ തന്നെ മൂന്നാമത്തെ ക്യൂവിലുള്ള ടാസ്ക്കാണ് നിങ്ങളുടെ യൂസർ ഐ ഡി വന്ന് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ആ യൂസർ ഐ ഡിയും കൂടെ വന്ന് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, സോ ഈ ചിലപ്പം ഇൻ കേസ് ഈ ആദ്യം നെയിം വന്നതിന് ശേഷം എന്തെങ്കിലും എറേഴ്സോ നിങ്ങളുടെ നെറ്റ്വർക്ക് പ്രോപ്പറായിട്ട് വർക്ക് ആവാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്തിരിക്കത്തില്ല. നമ്മൾ വെയിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, സോ അതുകൊണ്ട് എന്ത് ചെയ്യും, അത് നേരെ അടുത്ത പേജിലേക്ക് പോകും. കാരണം യൂസർ ഐ ഡി വന്ന് സ്റ്റോർ ആയിട്ടുണ്ട്. അതാണ് ഒരൊറ്റ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, യൂസർ ഐ ഡി ഉണ്ടോ കണ്ടിന്യൂ ആയി പോകും. ഓക്കെ, സോ അങ്ങനെ ചെക്ക് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് എന്താണ്, ഇത് വെയിറ്റ് ചെയ്തിരിക്കത്തില്ല. കാരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ലോഗിൻ ഫെയിൽ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഒരു പക്ഷേ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും യൂസർ ഐ ഡിയും ഡിസ്പ്ലേ ആയെന്ന് വരത്തില്ല. അതേപോലെ തന്നെ ചിലപ്പം ഇമെയിൽ ഐ ഡി വന്ന് സ്റ്റോർ ആയി കഴിഞ്ഞ ശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റോർ ആവാതിരിക്കുന്നത്. ഓക്കെ, ഇമെയിൽ ഐ ഡി വന്നു, യൂസർ ഐ ഡി മാത്രം ഡിസ്പ്ലേ ആകുന്നില്ല. ഓക്കെ, സോ ഇതെല്ലാം ഇവൻ്റ് ക്യൂസിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ്. വേണമെങ്കിൽ നമുക്ക് വീണ്ടും സെക്യൂർ ആക്കാം. അതായത് ഈ ഒരു കണ്ടൻറ്റ് വന്നിട്ടില്ലെങ്കിൽ ലോഗിൻ ഫെയിലിയർ എന്ന് പറഞ്ഞ് മെസ്സേജ് കാണിക്കുന്ന പോലെയൊക്കെ ആക്കി വയ്ക്കാം. പക്ഷെ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ബാക്കിയില്ലെങ്കിൽ ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഓക്കെ, സോ ഇതാണ് ഇവൻറ്റ് ക്യൂയുടെ ഒരു എക്സാമ്പിൾ. ഇപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതേപോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇവൻറ്റ് ക്യൂ ഉണ്ടായിരിക്കും. നമ്മൾ അതുപോലെ തന്നെ അസിൻക്രണസ് ആയിട്ട് ടാസ്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓരോ ഫേസിനും അതിൻ്റേതായിട്ടുള്ള ഇവൻറ്റ് ക്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഇവൻറ്റ് ക്യൂസിലേക്ക് നമുക്ക് പുതിയ പുതിയ ഇവൻറ്റ്സ് ആഡ് ചെയ്യാം, പുതിയ പുതിയ ടാസ്കുകൾ ആഡ് ചെയ്ത് വെക്കാം. ആ ഒരു ഇവൻറ്റിനെ ബേസ്
ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫേസിനെ ബേസ് ചെയ്തിരിക്കുന്ന ഇവൻറ്റ്സ്, ഇപ്പോൾ ടൈം ഔട്ട് ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഇവൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. അത് ആ കമ്പ്യൂട്ടറിന് എപ്പോഴാണോ സിസ്റ്റം ടൈം അലോക്കേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എല്ലാ കാര്യം കൂടെ ഒരേ ടൈം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന വിധത്തിൽ അസിൻക്രോണസ് ടാസ്ക് ആണെങ്കിലും, കാരണം എന്താണ്, സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് കൊണ്ടാണ്. ഓക്കെ, സോ അതിനെയാണ് ഇവൻറ്റ് ക്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവൻറ്റ് എക്സിക്യൂഷൻ, അതായത് ലൂപ്പ് എക്സിക്യൂഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ലൂപ്പ് എക്സിക്യൂഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുവാണ്. ഇതിൽ നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് ലൂപ്പുകൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, ദ ഇവൻറ്റ് ലൂപ്പ് ഫോളോസ് എ കണ്ടിന്യൂസ് സൈക്കിൾ റിപ്പീറ്റഡ്ലി ഗോയിങ് ത്രൂ ദീസ് ഫേസസ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. ഓക്കെ, അതായത് നമ്മൾ സിമ്പിളായിട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട്. ആദ്യം അഡീഷൻ ചെയ്യണം, അല്ലെങ്കിൽ ആദ്യം സബ്ട്രാക്ഷൻ ചെയ്യണം, അതിന് ശേഷം വേണം ഡിവിഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ എന്നുള്ളൊരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഓർഡർ ഈ ഇവൻറ്റ് ക്യൂസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനും ഉണ്ട്. ഓക്കെ, ആ ഒരു ഓർഡറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഓർഡർ എന്താണ്, ഇവൻറ്റ് അതായത് ആദ്യത്തെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ടൈമേഴ്സാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ടൈമേഴ്സിന് ശേഷമായിരിക്കും, അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും ആ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആദ്യം ടൈമേഴ്സ്, പിന്നെ പെൻഡിങ് IO കാൾ ബാക്സ്, പിന്നെ പോൾസ്, പിന്നെയാണ് ചെക്ക്, പിന്നെ ക്ലോസ് കാൾ ബാക്സ്. അതായത് ടൈമേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എത്രമാത്രം ടൈം ഇതിന് വെച്ചിട്ടുണ്ട്, ഓരോ ടാസ്കും പെർഫോം ചെയ്യാനായിട്ട് എത്രമാത്രം ടൈമിംഗ് ഇതിന് വെച്ചിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, സോ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആണ്, അതായത് ചെക്കിൽ കിടക്കുന്ന ഇമ്മീഡിയറ്റ് ആണ് കിടക്കുന്നതെങ്കിൽ ആദ്യം അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ 30 സെക്കൻഡോ അല്ലെങ്കിൽ 10 സെക്കൻഡോ 20 സെക്കൻഡോ എന്ന് പറഞ്ഞ ആ ഒരു ടൈമിങ്ങിലായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു, കിട്ടിയില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു ടൈം ഔട്ട് സെറ്റ് ചെയ്തു, പിന്നെ അതിനൊരു ഇൻ്റർവെൽ സെറ്റ് ചെയ്യുന്നു. ഇൻ്റർവെൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു 10 സെക്കൻഡ്. ഓക്കെ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ഇവൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഇവൻ്റ് എക്സിക്യൂട്ടായി. ആ ഇവൻ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാനിവിടെ പെന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ പെന്ന് ജസ്റ്റ് എടുക്കുക. ഓക്കെ, സോ ഇത് ആദ്യം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു വട്ടം വരയ്ക്കുവാണ്. ഇത് ആദ്യത്തെ ഇവൻ്റാണ്. ഓക്കെ, ഈ ഇവൻറ്റിന് പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നും വെച്ചിട്ടില്ല. ഈ ഇവൻറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ എക്സിക്യൂട്ടായി. ഓക്കെ, സോ ഇത് ക്യൂവിലിരിക്കുന്ന ആദ്യത്തെ സാധനമാണ്. അപ്പോൾ 0 എന്നാണ് ഇതിൻ്റെ പൊസിഷൻ. ഇനി രണ്ടാമത്തെ പൊസിഷൻ, ഇനി ഒന്നാമത്തെ പൊസിഷനാണ്. ഓക്കെ, ഒന്നാമത്തെ പൊസിഷനിൽ എന്താണ് ഇരിക്കുന്നത്, വേറൊരു ഇവൻ്റ് ഉണ്ട്. ഈ ഇവൻറ്റിന് ഒരു 30 സെക്കൻഡ് ടൈമിംഗ് ഉണ്ട്. സെർവർ എന്ന് പറയുന്നത് ഡാറ്റ ഗെറ്റ് ചെയ്യാനുള്ള ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിന് ഒരു 30 സെക്കൻഡ് ടൈം ഔട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സെർവറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയില്ല, ഡാറ്റ കിട്ടിയില്ല. അപ്പം ആദ്യത്തേത് എക്സിക്യൂട്ടായി, രണ്ടാമത്തേതാണെങ്കിൽ എക്സിക്യൂട്ട് ആയില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ടാസ്കിലിരിക്കുന്നത്, ഓക്കെ, രണ്ടാമത്തെ ടാസ്കിലിരിക്കുന്നതും എക്സിക്യൂട്ടായി എന്ന് വിചാരിക്കുക. വേറെ എന്തെങ്കിലും ഒരു ടാസ്ക് ആയിരിക്കാം, അത് എക്സിക്യൂട്ടായി, അതായത് ഇത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. മൂന്നാമത്തെ പൊസിഷനിലിരിക്കുന്നത്, ഓക്കെ, മൂന്നാമത്തെ പൊസിഷനിൽ ഇരിക്കുന്നത് നമ്മളൊന്നും കൂടെ റൺ ചെയ്തിട്ട് ഇത് എക്സിക്യൂട്ട് ആയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് എക്സിക്യൂട്ട് ആയില്ല. ഓക്കെ, ആകെപ്പാടെ 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ആകെപ്പാടെ 3 എണ്ണം ഉണ്ടായിരുന്നു, 3 കൊണ്ട് അത് കഴിഞ്ഞു. ഓക്കെ, സോ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഇനി ആദ്യത്തെ 2 ടാസ്ക് സക്സസ്ഫുള്ളി എക്സിക്യൂട്ടായി. അപ്പം ആദ്യത്തെ ലൂപ്പിൽ അതായത് ആദ്യത്തെ ലൂപ്പിൽ എന്തൊക്കെ ടാസ്ക്കാണ് എക്സിക്യൂട്ട് ആയിട്ടുള്ളത്, ഒന്ന് 0th പൊസിഷനിലിരിക്കണം, അതേപോലെ തന്നെ രണ്ടാമത്തെ പൊസിഷനിലിരിക്കണം എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ പൊസിഷനിലിരിക്കുന്ന എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി അത് ആദ്യത്തെ ലൂപ്പിൽ അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് ലൂപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ലൂപ്പ് എക്സിക്യൂഷൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ലൂപ്പിൽ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞത് അതോടെ അതിൻ്റെ ടാസ്ക് കഴിഞ്ഞു, പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ആദ്യത്തെ ലൂപ്പിൽ എടുക്കുന്ന കാര്യങ്ങളൊന്നും രണ്ടാമത്തെ ലൂപ്പിലേക്ക് ഉണ്ടാവില്ല. ഈ 2 കാര്യങ്ങളും ഉണ്ടാവത്തില്ല. അതിന് പകരം ഇതിൻ്റെ പൊസിഷൻ, ഇതിലിപ്പം 1 ആയിരുന്നു, ഇതിൻ്റെ പൊസിഷൻ 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ പൊസിഷൻ 3 മാറ്റി ഇതിൻ്റെ പൊസിഷൻ 0 കഴിഞ്ഞതാണ് ഒന്നാമത്തെ പൊസിഷനിലായിരിക്കും. അപ്പോൾ പുതിയ ലൂപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ ലൂപ്പിൽ എന്തൊക്കെയാണുള്ളത്, 0th പൊസിഷൻ, നേരത്തെ എക്സിക്യൂട്ട് ആവാത്ത 2 കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ, അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആവുന്നു. ഓക്കെ, അപ്പം ഇതിന് വേണ്ടി ഇതേപോലെ 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു. 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തു, അത് സക്സസ്ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ആയിട്ടുണ്ട് രണ്ടാമത്തെ ലൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്തു. അപ്പം പിന്നെ അത് നമ്മൾ ആവശ്യമില്ല. പിന്നെ ഒരു ടാസ്ക് മാത്രമേ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുള്ളൂ, അതും നേരത്തെ ഉള്ളതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇല്ലെങ്കിൽ അത് അടുത്ത ലൂപ്പിലേക്ക്, മൂന്നാമത്തെ ലൂപ്പിലേക്ക് വരുമ്പം അതിലേക്ക് മാറ്റി കൊടുക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇവൻറ്റ് ലൂപ്പ് ആക്ച്വലി വർക്ക് ആവുന്നത്. ഓക്കെ, സോ ഇവൻറ്റ് ലൂപ്പ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻ കേസ് ഇങ്ങനെ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഇവൻറ്റ് ലൂപ്പ് വെച്ച് ചെയ്യാൻ കുറേയും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഇവൻറ്റ് ലൂപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഓർഡർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടൈമേഴ്സ്,
പെൻഡിങ് IO കാൾ ബാക്സ്, അതുപോലെ തന്നെ പോൾ, ചെക്ക് ആൻഡ് ക്ലോസ് കാൾ ബാക്സ്. അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാൾ ബാക്കുകളോ അങ്ങനെ എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അതേ ഓർഡറിൽ തന്നെയായിരിക്കും ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇവൻറ്റ് ലൂപ്സിനെ കുറിച്ചും പഠിച്ചു, ഇവൻറ്റ് ക്യൂസിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ലെക്ചറിൽ പഠിച്ചാണ്. എങ്ങനെയാണ് ഇവൻറ്റ് ക്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ്.